ദിശ അക്കാഡമിയുടെ ടെക്നിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് RRB JEE സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ഇറിഗേഷൻ്റെ 3rd ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ഇത് നമ്മുടെ ഓൺലൈൻ ആപ്പാണ് ദിശ ഓൺലൈൻ. ഇതിൽ ഡിഫറെൻറ്റ് കോഴ്സസ് അവൈലബിൾ ആയിരിക്കും. ഡെമോ ക്ലാസ്സസ് ഉണ്ടാവും. ഡെമോ ക്ലാസ് കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ കോഴ്സസ് പർച്ചേസ് ചെയ്യാം. എല്ലാവരും RRB JEEക്ക് വേണ്ടി നന്നായിട്ട് തന്നെ പഠിക്കാം. പിന്നെ നമ്മുടെ ആപ്പിൻ്റെ ഫീച്ചേഴ്സാണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അത് മിസ്സാവുന്നവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് യൂസ് ചെയ്യാം. കൂടെ തന്നെ മെൻറ്ററിങ് സപ്പോർട്ടും ഉണ്ടാവും. പിന്നെ നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കരയാണ്. എല്ലാത്തിലും കോൺടാക്റ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇഷ്ടമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. എന്തായാലും എല്ലാവരും നന്നായിട്ട് RRB JEEക്ക് വേണ്ടി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഇറിഗേഷൻ്റെ ക്ലാസ്സിലേക്ക് പോയാലോ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ 3rd ക്ലാസ് ആണ് ഇറിഗേഷൻ്റെ വരുന്നത്. ബാക്കി 2 ക്ലാസ്സസും നിങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ നോക്കുന്ന പോർഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോക്കുന്ന പോർഷനാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. നമുക്ക് പല ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം ഈ പോർഷനിൽ നിന്ന്. എന്താണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്നുള്ളത്? വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെയാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്ന് പറയുക. എന്താണ്? വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വർക്ക്സ് ആണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് ഞാൻ പറഞ്ഞു, വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ്. എവിടെ നിന്നാണ് വാട്ടർ ഡൈവേർട്ട് ചെയ്യുന്നത്? റിവറിൽ നിന്ന് കനാലിലേക്ക് വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ കനാൽസിലേക്ക് വാട്ടർ ഡൈവേർട്ട് ചെയ്തിട്ട് ഇറിഗേഷൻ പർപ്പസിനായിരിക്കും മെയിൻലി യൂസ് ചെയ്യുന്നത്. കനാലിൽ നിന്ന് ഫീൽഡിലേക്കൊക്കെ വാട്ടർ എത്തിച്ചിട്ട് ഇറിഗേഷന് യൂസ് ചെയ്യാം. സോ അപ്പം നമ്മൾ പറഞ്ഞു ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് റിവറിന് എക്രോസ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുക. ആദ്യം അറിയാം, നമ്മൾ റിവറിൽ നിന്ന് കനാലിലേക്കാണ് വാട്ടർ ഡൈവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിവറിന് കുറുകെയായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സിനെയാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്ന് പറയാം. ഫസ്റ്റത്തെ പോയിന്റ് ഇതാണ്, റിവറിന് എക്രോസ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. വാട്ടർ റിവറിൽ നിന്ന് കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. അത്രയും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സ്, അതാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. അടുത്ത് വരുന്ന ടോപ്പിക്കാണ് ഇത് നമ്മൾ എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പറഞ്ഞു റിവറിന് എക്രോസ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി പറയുന്ന ഒരു പോയിന്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് കനാൽ. കനാലിൻ്റെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് കനാലിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനാണ്. കനാലിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിലാണ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് തന്നെ റിവറിൽ നിന്ന് കനാലിലേക്ക് വാട്ടർ എത്തിക്കാനാണ്, ഡൈവേർട്ട് ചെയ്യാനാണ്. സോ കനാൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? അപ്പോൾ കനാലിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിലാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. റിവറിന് എക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ വാട്ടറിൻ്റെ ലെവൽ കുറച്ച് കൂടും. നമുക്ക് കനാലിലേക്ക് വേഗം വാട്ടർ എത്തിക്കാൻ പറ്റും. അപ്പോൾ കനാലിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിലാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്ന് പറയാം. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. കനാലിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ അല്ലെങ്കിൽ ഹെഡ് പോർഷൻ എന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റാർട്ടിംഗ് പോർഷനാണ്. പിന്നെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? റിവറിന് എക്രോസ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇത് രണ്ടും ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യങ്ങളാണ്. അടുത്ത് പറയുന്നത് ഈ ഒരു പോയിന്റ്, കൺസ്ട്രക്റ്റഡ് ഓൺ പെറനിയൽ റിവേഴ്സ്. എന്താണ് പെറനിയൽ റിവേഴ്സ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. എന്താണ് പെറനിയൽ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ വാട്ടർ കാണുന്ന റിവേഴ്സാണ് പെറനിയൽ റിവേഴ്സ്. അപ്പോൾ ആ ഒരു ടൈപ്പ് റിവേഴ്സിൽ കൺസ്ട്രക്ട് ചെയ്താലാണ് നമുക്ക് യൂസ് കൂടുതൽ. നമുക്ക് കനാലിലേക്ക് വാട്ടർ എപ്പോഴാണ് വേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് ഇയർ ലോങ് വാട്ടർ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കനാലിൽ നിന്ന് ഫീൽഡിലേക്ക് വാട്ടർ എത്തിക്കാം. സോ അതുകൊണ്ട് ത്രൂ ഔട്ട് ദ ഇയർ ഫ്ലോ ചെയ്യുന്ന റിവേഴ്സിൽ നിന്നായിരിക്കും നമ്മൾ വാട്ടർ എടുക്കുന്നത്. ആ ടൈപ്പ് ഓഫ് റിവേഴ്സാണ് പെറനിയൽ റിവേഴ്സ്. സോ ഓർക്കുക, പെറനിയൽ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ വാട്ടർ കാണുന്ന റിവേഴ്സാണ്. സോ ഈ ഒരു 3 പോയിന്റ് സിമ്പിൾ പോയിന്റ്സ് ആണ് പറഞ്ഞത്. എല്ലാം ഓർക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഈ പറഞ്ഞ പോയിന്റാണ്. കനാലിൻ്റെ ഹെഡിലാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് വരുന്നത്. അതുകൊണ്ടാണ് ഹെഡ് വർക്ക്സ് എന്ന് പറയുന്നത്. കനാലിൻ്റെ ഹെഡ് പോർഷനിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സ്. ഓക്കെ. അപ്പം നമുക്കിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ കമ്പോണൻസ് എന്താണ്, പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൻ്റെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
ഫസ്റ്റ് പറയുന്നത് വാട്ടർ ലെവൽ റൈസ് ചെയ്യാനായിട്ടാണ്, വാട്ടർ ലെവൽ കൂട്ടാനായിട്ടാണ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് യൂസ് ചെയ്യുന്നത്. അത് പറയാൻ കാരണം നമ്മൾ നോർമലി വാട്ടർ എവിടുന്ന് റിവറിൽ നിന്ന് കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് വെറുതെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നോർമലി ഫ്ലോ ചെയ്യുന്ന ഒരു റിവറിൽ നിന്ന് കനാലിലേക്ക് എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യുക? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് വാട്ടർ മാത്രമേ പോകത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഫ്ലോ ചെയ്യുന്ന റിവറിന് കുറുകെ ആയിട്ട് ബാരിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യും, എന്തെങ്കിലും ബാരിയർ കൺസ്ട്രക്ട് ചെയ്യും. അതൊരു ഡൈവേർഷൻ ഹെഡ് വർക്കാണ്. അതിൽ പല പാർട്സ് ഉണ്ട്. ഈ ബാരിയർ കൺസ്ട്രക്ട് ചെയ്യുമ്പം അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ കൂടും. അപ്സ്ട്രീം സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്സ്ട്രീം സൈഡ്സ് ഒക്കെ. ഇനി പറയണ്ടല്ലോ, റിവർ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ആ സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടേക്കാണോ പോകുന്നത് അത് ഡൗൺ സ്ട്രീം സൈഡ്. അപ്പോൾ റിവറിൻ്റെ അപ്സ്ട്രീം സൈഡിലേക്ക് വാട്ടർ ലെവൽ കൂടും. അപ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മൾ ഒന്ന് ഫിഗർ വരച്ച് കാണിച്ചു തരാം. ഫ്ലോ ചെയ്യുന്ന റിവർ അപ്സ്ട്രീം സൈഡ് ഇതാണ്. സോ ഈ ഒരു ബാരിയർ കൺസ്ട്രക്ട് ചെയ്യുന്ന കാരണം, ഡൈവേർഷൻ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന കാരണം ഇവിടെ വാട്ടർ ലെവൽ റൈസ് ചെയ്യും. സോ വാട്ടർ ലെവൽ റൈസ് ചെയ്യുമ്പം ഇവിടെ ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് എന്താണ് റിവറിൽ നിന്ന് കനാലിലേക്ക് വാട്ടർ എടുക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മെയിൻ ഫങ്ഷൻ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യുന്നത്? അതാണ് ഈ പറഞ്ഞേക്കുന്നത്. റൈസ് വാട്ടർ ലെവൽ അറ്റ് അപ്സ്ട്രീം സൈഡ്. അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ റൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് കനാലിലേക്ക് വാട്ടർ എത്തിക്കാൻ പറ്റുള്ളൂ. സിമ്പിൾ അല്ലേ? നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്ന പോയിന്റ് തന്നെയാണ് വാട്ടർ ലെവൽ റൈസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ 4 ഓപ്ഷനിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യണം. എല്ലാ ഓപ്ഷൻസും ഉണ്ട് എങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ചൂസ് ദിസ് ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ബാക്കി ഫങ്ഷനൂടെ നോക്കിയാലോ. ഡൈവേർട്ട് ചെയ്യുന്നു, എങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ലെവൽ റൈസ് ചെയ്തിട്ടാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് പറയുന്ന പോയിന്റ്, കനാലിലേക്ക് വാട്ടർ എത്തിക്കുന്നുണ്ട്. അവിടെ എത്തിക്കുന്ന എമൗണ്ട് ഓഫ് വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതിനു വേണ്ടി ഈ കനാലിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ കുറച്ച് വർക്ക്സ് ഉണ്ട്, കുറച്ച് നമ്മൾ വേറൊരു സ്ട്രക്ചർ വരുന്നുണ്ട് ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ. അത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം വാട്ടർ കനാലിൽ എത്താമെന്നുള്ളത് കൺട്രോൾ ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത് കനാലിലേക്ക് വരുന്ന വാട്ടർ ലെവൽ, കനാലിലേക്ക് എത്രത്തോളം വാട്ടർ കയറണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന പോയിന്റ് എന്താണ്? അപ്പോൾ വാട്ടർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സിൽട്ട്, കനാലിലേക്ക് ഒത്തിരി സിൽട്ട് എത്തരുത്. സിൽട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഫങ്ഷനെ ബാധിക്കും. സോ സിൽട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സെഡിമെൻറ്റ്സ്, സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ ആയിരിക്കാം വാട്ടർ കൊണ്ടുവരുന്നത്. അപ്പോൾ സിൽട്ടിൻ്റെ എമൗണ്ട് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുപോലൊരു ബാരിയറൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഈ റിവറിൽ നിന്ന് വരുന്ന കുറേ സെഡിമെൻറ്റ്സ് ഇവിടെ പതിയെ ഡെപ്പോസിറ്റഡ് ആവും. അപ്പോൾ അത് കനാലിലേക്ക് എൻട്രി ചെയ്യത്തില്ല. സോ അങ്ങനെ സിൽട്ടിൻ്റെ എമൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത് വാട്ടർ ലെവൽ, വാട്ടർ സപ്ലൈ റെഗുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് സിൽട്ട് എൻട്രി ചെയ്യുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്ന ഒരു പോയിൻ്റാണ് റിവറിൽ വരുന്ന വെഗറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ചസ് ആണ്. ഇപ്പോൾ വാട്ടർ ലെവൽ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്ലഡൊക്കെ വരുന്ന ടൈമിൽ ഒത്തിരി വാട്ടർ വരുവാണെങ്കിൽ കുറച്ച് നമുക്ക് തൽക്കാലത്തേക്ക് ഈ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. അങ്ങനെ ഒരു പോർഷൻ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പം അങ്ങനെ റിവറിൽ വരുന്ന ചേഞ്ചസ് ഒരു പരിധി വരെ, ഒത്തിരി പറ്റത്തില്ല, ഒരു ലിമിറ്റ് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ പോയിന്റ് പറയുന്നത്. വെഗറീസ് അതായത് ചേഞ്ചസ് നോക്കാം, നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. ലാസ്റ്റ് പറയുന്ന പോയിന്റ് അത് തന്നെയാണ് ഒരു സ്റ്റോറേജ്. ചില സമയങ്ങളിൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഫ്ലഡൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്റ്റോറേജിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും തൽക്കാലത്തേക്ക്. ഇതൊക്കെയാണ് നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? സിമ്പിൾ കാര്യങ്ങൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു പോയിന്റ് നമുക്ക് ജസ്റ്റ് ഓർത്തിരിക്കുക. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഫങ്ഷൻ. മെയിൻ ഫങ്ഷൻ എന്നോ ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്ന്, ഈ ഫങ്ഷനെല്ലാം തന്നിട്ട് ഒന്ന് ചൂസ് ചെയ്യാനാണെങ്കിലും ഇത് തന്നെ ചൂസ് ചെയ്യാം. ഞാൻ എടുത്ത് പറയാൻ കാരണം അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് മനസ്സിലായല്ലോ. നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബാക്കി പോർഷൻസ് നോക്കാം. ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൻ്റെ പാർട്സ് ആണ് പറയുന്നത്. പെർമനൻറ്റ് ഡൈവേർഷൻ ഹെഡ് വർക്ക് ഉണ്ട്, ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്ക് ഉണ്ട്. അത് 2 ടൈപ്പ്, നമുക്ക് മെയിൻലി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ വേർഡ്സിൽ നിന്ന് നമുക്ക് പറയാം.
പെർമനൻ്റ് എന്ന് പറയുമ്പോൾ പെർമനൻ്റ് ആയിട്ട് റിവറിനെ ക്രോസ് കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സ് ആണ് പെർമനൻ്റ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. അതിന് എക്സാമ്പിളാണ് വിയർ ആൻഡ് ബാരേജ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് നമ്മൾ ഇതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിയർ ആൻഡ് ബാരേജ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതാണ് പെർമനൻ്റ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. സെക്കൻഡ് വൺ ആണ് ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്ക്. ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്താണ്? തൽക്കാലത്തേക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്മൾ ബണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ കുട്ടനാട് പോലുള്ള ഏരിയാസിലൊക്കെ നമുക്ക് വാട്ടറുള്ള ഏരിയ ആണല്ലോ. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ഒരു സ്ഥലത്ത് നിന്ന് വാട്ടർ ഡൈവേർട്ട് ചെയ്ത് വേണ്ടി വഴി തിരിച്ച് നമ്മുടെ പാടത്തേക്ക് എത്തിക്കണം. അപ്പം ബണ്ടൊക്കെ കെട്ടിയായിരിക്കും ചെയ്യുന്നത്, മണ്ണൊക്കെ വെച്ചിട്ടായിരിക്കും ബണ്ട് കെട്ടുക. അപ്പോൾ അത് തൽക്കാലത്തേക്കുള്ളതാണോ? ഒരു റെയിനി സീസൺ വരുമ്പോഴോ ഫ്ലഡ് വരുമ്പോഴോ അങ്ങനെ ഒരു സമയം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം കഴിയുമ്പോഴോ ഒക്കെ പൊളിച്ച് കളയുന്നതോ അല്ലെങ്കിൽ തനിയെ തന്നെ പൊളിഞ്ഞു പോകുന്ന വർക്ക്സ് ആണ്. ടെമ്പററി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ബണ്ട് ഓർത്താൽ മതി. അതും ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ. അതുകൊണ്ടാണ് ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്നതിൻ്റെ കീഴിൽ ബൺസ് എന്ന പോർഷൻ നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഓർത്താൽ മതി, ടെമ്പററി ആയിട്ട് ഡൈവേർട്ട് ചെയ്യുന്ന വർക്ക്സ് ആണ് ബൺസ് എന്നുള്ളത്. പെർമനൻ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയായിരുന്നു? വിയർ ആൻഡ് ബാരേജസ്. ഓക്കെ അല്ലേ? വിയർ ആൻഡ് ബാരേജസ്. നമുക്കിനി അടുത്ത്, അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു, രണ്ട് ടൈപ്പ് പറഞ്ഞു, പെർമനൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ടെമ്പററി ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കിനി പഠിക്കാനുള്ളത് കമ്പോണൻസ് ആണ്. എന്താണ്? കമ്പോണൻസ് ആണ് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് കമ്പോണൻസ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് നോക്കാം. ഈ പറയുന്ന 7 ഇതാണ് കമ്പോണൻസ്. ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ട്രക്ചർ അല്ല, ഇത്തിരി വലിയ സ്ട്രക്ചറാണ്. ഞാൻ ആദ്യം ഒരു ഫിഗർ ഇട്ടിട്ടുണ്ടായിരുന്നു ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്താണെന്നുള്ളത്. നമുക്കിനി അതിൻ്റെ ലൈൻ ഡയഗ്രാം വെച്ചിട്ട് ഓരോ പാർട്സും നോക്കാം. ലൈൻ ഡയഗ്രാമും ഉണ്ട്, വിയറിൻ്റെയും ബാരേജസിൻ്റെയും ഡയഗ്രാംസും ഉണ്ട്. സോ ഫസ്റ്റ് കണ്ടോ, വിയർ ഓർ ബാരേജ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളിനി അതിനെപ്പറ്റിയാണ് നോക്കാൻ പോകുന്നതെന്നുള്ളത്. അത് ഏത് കാറ്റഗറി ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് ആയിരുന്നു? പെർമനൻ്റ് ഡൈവേർഷൻ ഹെഡ് വർക്ക് ആയിരുന്നു. സോ ഫസ്റ്റ് പറയുന്നതാണ് വിയർ ഓർ ബാരേജ് എന്നുള്ളത്. ഇതാണ് ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഒരു പാർട്ട്. പിന്നെ പറഞ്ഞ ഓരോ പാർട്സും നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന പാർട്സ് ആണ്. ഏതൊക്കെയാണ്? ഡിവൈഡ്. ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും നോക്കാം. ഡിവൈഡ് വാൾ ഓർ ഡിവൈഡ് ഗ്രോയിൻസ്, ഫിഷ് ലാഡേഴ്സ്, അണ്ടർ സ്ലൂയിസസ് ഓർ സ്കൗറിംഗ് സ്ലൂയിസസ്, സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ്, കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? റിവർ ട്രെയിനിങ് വർക്ക്സ്. ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വർക്ക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് റിവർ ട്രെയിനിങ് വർക്ക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതിൽ ഏതൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ. നമുക്ക് ബാക്കി 6 പാർട്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നോക്കിയാലോ? ഫസ്റ്റ് വൺ ആണ് വിയർ. നമ്മുടെ ഡൈവേർഷൻ ഹെഡ് വർക്കിൽ വിയർ അല്ലെങ്കിൽ ബാരേജ് എന്നൊരു പാർട്ട് കൺസ്ട്രക്ട് ചെയ്യും. ആദ്യം നമുക്ക് വിയർ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഫിഗർ കണ്ടോ? ഇതാണ് വിയർ എന്നുള്ളത്. ഒരു ഫ്ലോയിങ് റിവർ ആണ്, ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു നോക്കാം. ഈ ഫ്ലോയിങ് റിവറിന് എക്രോസ് ആയിട്ട് ഒരു ബാരിയർ കൺസ്ട്രക്ട് ചെയ്തില്ലേ? ഒരു ബാരിയർ കൺസ്ട്രക്ട്. ആ ബാരിയറിനെയാണ് നമ്മൾ വിയർ എന്ന് പറയാം. ഒരു കോൺക്രീറ്റോ മേസണറി, നമ്മൾ മെയിൻലി കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യുക. ഇതുപോലെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ കുറച്ച് ഹൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ബാരിയർ വരുന്നത് കാരണം ഈ വരുന്ന വാട്ടർ ലെവൽ ഈ അപ്സ്ട്രീം സൈഡിൽ കൂടും. അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ റൈസ് ചെയ്യും. ഡൗൺ സ്ട്രീം സൈഡിൽ എന്താണ്? നമ്മൾ ഇതിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ പോകും. ഇവിടെ പഠിക്കാൻ നമുക്ക് 2-3 ജസ്റ്റ് ടേംസ് പറയാം. ഈ വിയറിൻ്റെ ഈ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ഈ ടോപ്പ് പോർഷൻ എന്താ പറയുക? അതിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുക. ഇനി അടുത്ത് ക്രസ്റ്റ് എന്ന വേർഡ്സ് ഒക്കെ അടുത്ത് കാണും, അതുകൊണ്ടാണ് ഈ വേർഡ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഈ വിയറിൻ്റെ ടോപ്പ് പോർഷൻ നമുക്ക് ക്രസ്റ്റ് എന്ന് പറയാം. ആൻഡ് ഈ ക്രസ്റ്റ് പോർഷനിലൂടെ നമുക്ക് ഈ ഷീറ്റ് ഓഫ് വാട്ടർ ഇങ്ങനെ ക്രസ്റ്റിന് മേളിലൂടെ അല്ലേ ഒഴുകി പോകുന്ന ഈ ഫിഗറിൽ? ആ ഷീറ്റ് ഓഫ് വാട്ടറിനെയാണ് നേപ്പെ ഓർ വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷീറ്റ് ഓഫ് വാട്ടറിനെ എന്താ പറയുക? ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് പോർഷൻ ആയിരുന്നു. ആ ടോപ്പ് പോർഷൻ്റെ മേളിലൂടെ പോകുന്ന ഷീറ്റ് ഓഫ് വാട്ടറിനെയാണ് നേപ്പെ ഓർ വെയിൻ എന്ന് പറയുക. മനസ്സിലായില്ലേ? ഇതാണ് നമുക്ക് വിയറിൽ പറയാനുള്ള ടേംസ് എന്ന് പറയുന്നത്. അപ്പം വിയർ എന്തായാലും ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു വിയർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഭാഗമായിട്ടല്ല, കംപ്ലീറ്റ്ലി ഒരു വിയർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞാൻ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിഗർ എടുത്തത്. വിയർ മനസ്സിലായല്ലോ? ഒരു ബാരിയറാണ്. എങ്ങനെയാണ്? റിവറിന് കുറുകെയല്ലേ കൺസ്ട്രക്ട് ചെയ്തത്?
അതാണ് ഇവിടെ പറയുന്നത്. റിവറിനെ എക്രോസ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്മൾ ഡൈവേർഷൻ ഹെഡ്വർക്ക് ആയാലും റിവറിന് എക്രോസ് ആയിട്ടാണ്. ഇത് നമ്മൾ വിയറിൻ്റെ മാത്രം ഫിഗറാണ്. വിയർ എങ്ങനെയാണ് ഡൈവേർഷൻ ഹെഡ്വർക്കിൻ്റെ ഭാഗമായി വരുന്നതെന്ന് കാണിച്ചു തരാം. അതൊരു ലൈൻ ഡയഗ്രാമിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഡൈവേർഷൻ ഹെഡ്വർക്കിൽ പറഞ്ഞ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്താണ്? അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ റൈസ് ചെയ്യുക. അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ റൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ കനാൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ കനാലിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ ഈ പോർഷനിൽ നിന്ന് ഇവിടേക്ക് വാട്ടർ എൻ്റർ ചെയ്യും. അതാണ് വിയറിൻ്റെ പർപ്പസ്. അപ്പം വിയർ മനസ്സിലായല്ലോ. നമ്മൾ വിയർ എന്ന ഒരു പോർഷൻ നമ്മൾ കോമൺലി കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ വാട്ടറൊക്കെ വരുന്ന നമ്മൾ റിവറിന് എക്രോസ് ആയിട്ടൊക്കെ ഇതുപോലെ ചില സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. അവിടുന്ന് ചിലപ്പോൾ കുഞ്ഞു കനാൽസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇടയ്ക്കെങ്കിലും കാണുന്ന സ്ട്രക്ചറാണ് ഈ വിയർ എന്നൊക്കെ ഉള്ളത്. നമുക്ക് അടുത്ത് ബാരേജ് എന്താണെന്ന് നോക്കിയാലോ. ഇതാണ് ബാരേജ് എന്ന് പറയുന്നത്. ബാരേജ് ഇവിടെ നമുക്ക് പ്രത്യേകത ഉണ്ട്. വിയറിനും ബാരേജിനും ഫംഗ്ഷൻ എന്താണ്? എന്താണത്? റിവറിന് എക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് വാട്ടർ ലെവൽ റൈസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതാണ് ഫംഗ്ഷൻ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. ആ ഡിഫറൻസ് ഗേറ്റ്സ് ഉള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ബാരേജസ് എന്ന് പറയുക. വിയറിൽ ഗേറ്റ്സ് ഉണ്ടാവത്തില്ല, ബട്ട് ബാരേജസിൽ എന്താണ്? ഗേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ സംഭവിക്കാന്ന് പറയുമ്പോൾ വിയറിൽ ജസ്റ്റ് അതിൻ്റെ ടോപ്പ് പോർഷനിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യും. പക്ഷെ ബാരേജസിൽ സംഭവിക്കുന്നത് ഇവിടെ ഗേറ്റ്സ് ഉണ്ടാവും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഷട്ടേഴ്സ് പോലുള്ള സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ അതുവഴി നമുക്ക് എത്രത്തോളം വാട്ടർ പോകണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ച് വാട്ടർ കയറിയാൽ മതി, കുറച്ച് വാട്ടർ അവിടെ തന്നെ നമുക്ക് കൺട്രോൾ. ഷട്ടർ, നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ ഓർത്താൽ മതി. അതുപോലുള്ള ചെറിയ സ്ട്രക്ചറാണ് കേട്ടോ ബാരിയർ. റിവറിന് കുറുകെ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ഒരു ഡാമിൻ്റെ കുഞ്ഞു പോർഷനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് അത്? ജസ്റ്റ് അങ്ങനെ പറയുന്നതിന് ജസ്റ്റ് ഓർക്കുക കേട്ടോ. ഡാമിന് പോലെ വരുന്ന ഷട്ടേഴ്സ് ഉള്ള സ്ട്രക്ചറാണ്. അപ്പോൾ വാട്ടർ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതാണ് വിയറും ബാരേജും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ ആ ഡിഫറൻസ്? റിവറിന് കുറുകെ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്, പക്ഷേ അവിടെ എന്തുണ്ട്? ഗേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വിയറും ബാരേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നോക്കാം. ഒന്നുകിൽ വിയറോ ബാരേജോ ആയിരിക്കും ഡൈവേർഷൻ ഹെഡ്വർക്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് അറിയാം. നമുക്ക് ഡിഫറൻസ് ഒരു ടേബിൾ ഫോമിൽ തന്നെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മൾ ആ ഫിഗർ ഓർത്താൽ മതി കേട്ടോ. വാട്ടർ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ക്രസ്റ്റിന് മേളിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ക്രസ്റ്റ് മീൻസ് എന്താണ്? വിയറിൻ്റെ ടോപ്പ് പോർഷൻ. ആ ടോപ്പ് പോർഷൻ്റെ മേളിലൂടെയാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. എവിടെയാ? വിയറിൽ. ബാരേജസിൽ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ബാരേജസിൽ എന്താ, നമ്മൾ ആ ഷട്ടേഴ്സ് തുറക്കുമ്പോഴാണ് വാട്ടർ പോകുന്നത്. അപ്പോൾ ക്രസ്റ്റ്, ആ ടോപ്പ് പോർഷൻ വിയർ പോലെ അത്രയും ഹൈറ്റ് ഉണ്ടാവത്തില്ല, ചെറുതായിരിക്കും. പിന്നെ അവിടെ എക്സ്ട്രാ എന്തുണ്ട്? ഗേറ്റ്സ് ഉണ്ടാവും, വലിയ ഗേറ്റ്സ് ഉണ്ടാവും. ക്രസ്റ്റ് ലോ ആയിരിക്കും വിത്ത് ലാർജ് ഗേറ്റ്സ്. അപ്പം ഇങ്ങനൊരു സെൻറ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാം. ക്രസ്റ്റ് ഈസ് ലോ വിത്ത് ലാർജ് ഗേറ്റ്സ്. അപ്പോൾ ഏതാണത്? ഗേറ്റ്സ് വരുന്ന ഏതാണ്? ബാരേജസ് ആണെന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് പഠിക്കുന്നത്, ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഫ്ലോ? ഇല്ല, കാരണം വിയർ ജസ്റ്റ് ഒരു ബാരിയറാണ്. അതിൻ്റെ മേളിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യും. അപ്പോൾ നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്ട്രക്ചറാണ് വിയർ. പക്ഷെ ബാരേജസിലാണെങ്കിലോ ഗേറ്റ്സ് ഉണ്ട്. ഗേറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏതിലാണ്? ബാരേജസിലാണ്. ഈ ഒരു പോർഷൻ ഓർക്കുക. ക്രസ്റ്റിൻ്റെ പോർഷൻ ഓർക്കുക, ബട്ട് വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ബാരേജസിലാണെന്നുള്ളത് ഓർക്കുക. പിന്നെ ബാരേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ടോപ്പിലൂടെ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാം. അതായത് ബാരേജസ് എന്ന് പറയുമ്പോൾ ഗേറ്റ്സ് ഒക്കെ വരുന്ന സ്ട്രക്ചേഴ്സാണ്. അതിൻ്റെ ടോപ്പിൽ നമുക്ക് റോഡ് വേ കൊടുക്കാം. പാസഞ്ചേഴ്സിനും വെഹിക്കിൾസിനും പോകാനായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു റോഡ് വേയോ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ബാരേജസിൻ്റെ ടോപ്പിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ വിയറിൽ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാൻ പറ്റില്ല. ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി വിയറിന് പറ്റത്തില്ല. കാരണം അതിൻ്റെ മേളിലൂടെ അല്ലേ വാട്ടർ ഫ്ലോ ചെയ്യുക. അതാണ് പ്രത്യേകത. ഇതോടെ ഓർക്കുക. പിന്നെ പറയുന്നത് നമുക്ക് കുറച്ച് കോസ്റ്റ്, അതായത് ഗേറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം വിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാരേജ് കുറച്ചുകൂടെ കോസ്റ്റ്ലിയർ ആണ്. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്. വിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ബാരേജ് എന്നുള്ളത്. അത് ജസ്റ്റ് ഓർക്കണം. ഈ ആദ്യത്തെ 3 പോർഷൻസ് ഗേറ്റ്സ് വരുന്നതാണ് ഓർക്കേണ്ടത്. ഗേറ്റ്സ് വരുന്ന സ്ട്രക്ചേഴ്സാണ് ബാരേജസ്. അതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ ഈ ഒരു പോയിന്റും
ക്രസ്റ്റ് ഈസ് ലോ, ആ ടോപ്പ് പോർഷൻ വിയർ പോലെ അത്ര ഹൈറ്റ് ഉണ്ടാവത്തില്ല. പിന്നെ ഗേറ്റ്സ് എങ്ങനെയായിരിക്കും? ലാർജ്, വലിയ ഗേറ്റ്സും ഉണ്ടാവും. ഓക്കെ അല്ലേ? അതാണ് വിയറും ബാരേജും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ആദ്യത്തെ കമ്പോണൻ്റ് ആയിരുന്നു പഠിച്ചത്. ഏതായിരുന്നു? വിയർ അല്ലെങ്കിൽ ബാരേജ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു കമ്പോണൻ്റ് നോക്കാം. അടുത്തൊരു കമ്പോണൻ്റ് ആണ് ഡിവൈഡ് വോൾ എന്ന് പറയുന്നത്. എന്താണ് ഡിവൈഡ് വോൾ? നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ ഡിവൈഡ് വോൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഫിഗർ കണ്ടോ? ഇത് ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ലൈൻ ഡയഗ്രാം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ലൈൻ ഡയഗ്രാം ഉണ്ടെന്നുള്ളത്. ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ലൈൻ ഡയഗ്രാം ആണ്. ഈ മാർക്കിങ്സ് ഒന്നും നോക്കണ്ട കേട്ടോ, നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണിത്? ഒരു റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്സ്ട്രീം സൈഡ് ഏതാണ്? ഇതാണ് അപ്സ്ട്രീം സൈഡ്, റിവറിൻ്റെ അപ്സ്ട്രീം സൈഡ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് പറയുന്നത് നമ്മൾ റിവറിൻ്റെ അക്രോസ് ആയിട്ടാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ആ കൺസ്ട്രക്ട് ചെയ്ത ഡൈവേർഷൻ ഹെഡ് വർക്കാണ് ഇവിടെ വരുന്നത്. കണ്ടോ? ഈ ഒരു പോർഷൻ ഇത്രയാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. ആൻഡ് ഈ അപ്സ്ട്രീം സൈഡ് അല്ലേ? ഈ അപ്സ്ട്രീം സൈഡിൽ ഈ ഡൈവേർഷൻ ഹെഡ് വർക്ക്, ഈ ബാരിയർ കൺസ്ട്രക്ട് ചെയ്ത കാരണം വാട്ടർ ലെവൽ റൈസ് ചെയ്യും. സോ ഈ കനാലിലേക്ക് നമുക്ക് വാട്ടർ എടുക്കാം. എങ്ങനെയാണ് പർപ്പസ് എന്ന് മനസ്സിലായാലേ? കനാലിലേക്ക് വാട്ടർ എടുക്കാം. ഇനി നമുക്ക് ഇവിടെ വിയർ ഓർ ബാരേജസ് വരുന്ന ഈ ഒരു പോർഷനിലാണ് വിയർ പോർഷൻ എന്ന് പറയുന്നത്. ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ വിയർ പോർഷൻ ഇവിടെയാണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത് പറയുന്ന ഒരു പോർഷനാണ് ഡിവൈഡ് വോൾ എന്നുള്ളത്. നമ്മൾ ഈ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വോൾ ഇത് കണ്ടോ? ഈ ഒരു വോളിനെയാണ് ഡിവൈഡ് വോൾ എന്ന് പറയുന്നത്. ഈ ഒരു വോളാണ് ഡിവൈഡ് വോൾ. ഈ നമ്മുടെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതെന്താണ് സ്ട്രക്ചർ? നമ്മുടെ കൺസ്ട്രക്ട് ചെയ്ത ഡൈവേർഷൻ ഹെഡ് വർക്ക്. ഡൈവേർഷൻ ഹെഡ് വർക്കിന് ഈ ഒരു പാർട്ടും സെക്കൻഡ് പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന, ആ ഡിവൈഡ് ചെയ്യുന്ന ഈ രണ്ട് പാർട്ടിനും പേരുണ്ട്. നമ്മുടെ വിയർ പോർഷനായിട്ട് വരുന്നത് ഇവിടെ ആയിരിക്കും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു പോർഷനുണ്ട് അണ്ടർ സ്ലൂയിസസ്. അങ്ങനെ ഡൈവേർഷൻ ഹെഡ് വർക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വിയർ പോർഷനായിട്ടും ഒന്ന് അണ്ടർ സ്ലൂയിസസ് ആയിട്ടും. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വോളാണ് ഡിവൈഡ് വോൾ എന്നുള്ളത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ഈ ഡിവൈഡ് വോൾ ഏത് ഡയറക്ഷനിലാണ് വരുന്നതെന്ന് ഓർക്കുക. ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? ഇത് വരുന്നത് റിവർ ഫ്ലോ ഉണ്ടല്ലോ, റിവർ ഫ്ലോയിന് പാരലൽ ആയിട്ടാണ് വരുന്നത് അല്ലേ? ഒന്ന് നോക്കിയേ, റിവർ ഫ്ലോയിന് പാരലൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വോളാണ് ഡിവൈഡ് വോൾ. മനസ്സിലായി? ഈ റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യും, അതിന് പാരലൽ ആയിട്ട്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, പാരലൽ ടു റിവർ ഫ്ലോ. ഞാൻ ഈ റെഡിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, അത് നോക്കാം. റിവർ ഫ്ലോയ്ക്ക് പാരലൽ ആയിട്ടാണ്. വിയറിന് എങ്ങനെയാണ് വരുന്നത്? വിയർ ആക്സിസ് ഇതാണല്ലോ വിയർ. അപ്പോൾ വിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിലാണ് വരുന്നതെന്നൂടെ ഓർക്കുക. ആ രണ്ട് പോയിന്റ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പറയുന്ന ഡിവൈഡ് വോള് ഈ ഡൈവേർഷൻ ഹെഡ് വർക്കിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആ ബോഡിയിൽ നിന്ന് എഴുതാം ഡിവൈഡ് വോൾ. പക്ഷെ ഇത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ്? റിവർ ഫ്ലോയ്ക്ക് പാരലൽ ആയിട്ടാണ് ഡിവൈഡ് വോൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിയർ ആക്സിസ് ഉണ്ടല്ലോ, വിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. ഈ രണ്ട് പോയിന്റ്സ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഈ ഫിഗർ ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. റിവറിന് പാരലലാണ്, വിയറിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. വളരെ സിമ്പിൾ അല്ലേ? 2 പോയിന്റ്സ്, ഈ രണ്ട് പോയിന്റ്സും ഓർക്കാം. ബാക്കി പോയിന്റ്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് വായിക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അണ്ടർ സ്ലൂയിസസിനെയും വിയറിൻ്റെ ബാക്കി പോർഷനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അണ്ടർ സ്ലൂയിസസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഈ ഒരു പോർഷനാണ് അണ്ടർ സ്ലൂയിസസ്. അതും വിയറിൻ്റെ ബാക്കി പോർഷനെയും കൂടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് ഡിവൈഡ് വോൾ യൂസ് ചെയ്യാം. അതാണ് ഡിവൈഡ് വോൾ. മെയിൻ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്? റിവർ ഫ്ലോയിന് പാരലലാണ് ആൻഡ് പെർപെൻഡിക്കുലർ ടു വിയർ ആക്സിസ്. ഓക്കെ, പിന്നെ ടോപ്പ് വിഡ്ത്ത് പറയുന്നുണ്ട് 1.5 to 2.5 മീറ്റേഴ്സ്. വായിച്ചു വയ്ക്കുക, ബാക്കിയെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇതാണ് ഡിവൈഡ് വോൾ എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന സെക്കൻഡ് കമ്പോണൻറ്റ്. ഫസ്റ്റ് കമ്പോണൻറ്റ് ഏതായിരുന്നു? ഈ ഒരു പോർഷനിൽ കൺസ്ട്രക്ട് ചെയ്ത വിയർ ഓർ ബാരേജ് പറഞ്ഞു. സെക്കൻഡ് പറഞ്ഞതാണ് ഡിവൈഡ് വോൾ, ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വോൾ. നമുക്ക് അടുത്തൊരു രസകരമായിട്ടൊരു പാട്ട് തന്നെ പറയാം.
കാരണം നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് ഫിഷ് ലാഡർ. ഫിഷ് ലാഡർ എന്താണ് ഫിഷ് ലാഡർ? ഫിഷസിനും ആ പേജിൽ തന്നെ ഉണ്ട്, ഫിഷസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിഷസിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന തേർഡ് കമ്പോണൻറ്റ്, അതായത് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ തേർഡ് കമ്പോണൻ്റ് ആണ് ഫിഷ് ലാഡർ. ഇത് എന്തിനാണ് കൺസ്ട്രക്ട് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ റിവർ ഉണ്ട്, റിവർ നോർമൽ ഫ്ലോ ആണെങ്കിൽ ഫിഷസിന് പ്രശ്നമില്ല, അതിൻ്റെ നാച്ചുറൽ എക്കോസിസ്റ്റമാണ്, അത് അതിലൂടെ ഫ്ലോ ചെയ്യും. പക്ഷേ ഇതുപോലൊരു ബാരിയർ നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം നമ്മൾ ഹ്യൂമനായിട്ട് നമ്മൾ ഇതുപോലൊരു ബാരിയർ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും? റിവേഴ്സിന് ഇങ്ങോട്ടേക്ക് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ എക്സ്റ്റേണലി വേറൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യും. ആ ഒരു സ്ട്രക്ചറിനെയാണ് ഫിഷ് ലാഡേഴ്സ് എന്ന് പറയുക. ഇവിടെ കണ്ടോ കുഞ്ഞു കുഞ്ഞ് ലൈൻസ് ഉള്ളത്, അത് നമ്മൾ ലാഡർ പോലെ സ്റ്റെപ്പ് ചെയ്ത് പോകാനായിട്ട്, അവർക്ക് ഈസി ആയിട്ട് പോകാനായിട്ട് ഇതുപോലൊരു പോർഷൻ കൊടുക്കും. ഫിഷ് ലാഡേഴ്സ് എന്നാണ് പറയുക. ഫിഷ് ലാഡേഴ്സ് ഇത് കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് നോക്കുക, നമ്മൾ റിവർ ഫ്ലോയിന് പാരലായിട്ടാണ് എന്ത് വരുന്നത്? ഡിവൈഡ് വോൾ. അതുപോലെ തന്നെയാണ് ഫിഷ് ലാഡേഴ്സും വരിക. ഒത്തിരി വലിയ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ നമുക്കിങ്ങനെ വേറെ നമ്മൾ ഡൈവേർട്ട് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഫിഗർ കാണിച്ചു തരാം. ഇപ്പോൾ ഓർക്കുക, നമ്മളിതുപോലൊരു ഫിഷ് ലാഡർ കൺസ്ട്രക്ട് ചെയ്തു. എന്തിനാണ് ഇടയിൽ ഈ കുഞ്ഞ് ലൈൻസ് കൊടുക്കുന്നത്? ആ ലൈൻസ് മീൻസ് അത് നമ്മൾ ബേഫിൾ വോൾസ് എന്നാ പറയുക. ബേഫിൾ വോൾസ് നമുക്ക് നെക്സ്റ്റ് പോർഷൻ അത് നോക്കാം, പക്ഷേ ഈ ഫിഗർ ലൈൻ ഡയഗ്രാമിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ബേഫിൾ വോൾസ് മീൻസ് നമ്മൾ ഫിഷ് ലാഡറിൽ കുഞ്ഞു ലൈൻസ് കണ്ടോ, അതിനാണ് ബേഫിൾ വോൾസ് എന്ന് പറയാം. വാട്ടർ ഇതുവഴി ഫ്ലോ ചെയ്യുമ്പം വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുന്ന കാരണം ഫിഷസിന് ബുദ്ധിമുട്ടില്ലാതെ ഇതിനിടയിലൂടെ പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് അങ്ങോട്ടേക്കോ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്കോ ഫിഷസിന് പോകാൻ വേണ്ടി കൊടുക്കുന്ന സ്ട്രക്ചേഴ്സാണ് ഫിഷ് ലാഡേഴ്സ്. ആൻഡ് വാട്ടറിൻ്റെ വെലോസിറ്റി കുറച്ച് ഫിഷസിന് ഈസി മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ കുഞ്ഞ് ബേഫിൾ വോൾസ് കൊടുക്കുന്നത്. മനസ്സിലായോ? അതാണ് ഫിഷ് ലാഡർ. നമുക്ക് ഫിഷ് ലാഡർ ഒന്ന് നോക്കിയാലോ. നമ്മൾ ഫസ്റ്റ് ഡിവൈഡ് വോൾ പറഞ്ഞു, ഫിഷ് വോളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതാണ് ഫിഷ് ലാഡർ. ഫിഷ് ലാഡേഴ്സ് എന്ന് പറയുന്നത് കണ്ടോ? ഈ ഫിഗർ കണ്ടോ? ഞാൻ പറഞ്ഞത് കണ്ടോ? ഇതാണ് ഇത് കണ്ടോ? ഇതിനെന്താ പറയുക? ബേഫിൾ വോൾസ് എന്നാ പറയുക. ഈ ബേഫിൾ വോൾസ് കൊടുക്കുന്നത് വാട്ടർ വെലോസിറ്റി കുറയ്ക്കാനാണ്. കണ്ടോ? ഇത് നമ്മൾ 3D നോർമൽ ഫിഗർ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ഡൈവേർഷൻ ഹെഡ് വർക്ക് ആണെങ്കിൽ ഡിവൈഡ് വോൾ വരും. ഇതിപ്പോൾ റിവറാണ്. അപ്പോൾ റിവറിന് ഇങ്ങനെ നമുക്ക് പല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. ഒത്തിരി വലിയ സ്ട്രക്ചർ ആണെങ്കിൽ പല രീതിയിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? ഫിഷസിന് ഇങ്ങനെ ഈ പാത്ത് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പാത്ത് കൊടുക്കുന്നത്. ഇപ്പം ഇതിനിടയിലൂടെയൊക്കെ ഫ്ലോ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഗേറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നോർമലി ഫ്ലോ ചെയ്യാൻ തന്നെ വെലോസിറ്റി ഒത്തിരി കൂടുതലായിരിക്കും. വിയറൊക്കെയാണ് വരുന്നതെങ്കിലും വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പം ഫിഷസിന് എന്താണ് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വെലോസിറ്റി കുറച്ച് ഫിഷ് ലാഡേഴ്സിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമല്ലോ, അതിലൂടെ ഫിഷസ് പോവാം. അതാണ് ഫിഷ് ലാഡേഴ്സ് എന്ന് പറയുന്നത്. എന്തിനാണ്? ഫിഷിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്. അങ്ങനെ ഇടയ്ക്ക് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ബേഫിൾ വോൾസിൻ്റെ ഫംഗ്ഷൻ ഓർക്കുക, വെലോസിറ്റി സ്പീഡോ അല്ലെങ്കിൽ വെലോസിറ്റി കുറയ്ക്കാനാണ്. ഫിഷസിൻ്റെ ഈസി മൂവ്മെൻറ്റിനാണ് നമ്മൾ ഫിഷ് ലാഡേഴ്സ് കൊടുക്കുന്നത്. ഇത് അതിൻ്റെ ഒരു ഒറിജിനൽ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഈ കൊടുത്തേക്കുന്നതാണ് ബേഫിൾ വോൾസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 3 പാർട്സ് പറഞ്ഞു. വിയർ ഓർ ബാരേജ്, നെക്സ്റ്റ് ഏതായിരുന്നു? ഡിവൈഡ് വോൾ പറഞ്ഞു. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന? റിവറിന് പാരലായിട്ട്, വിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ. തേർഡ് പറഞ്ഞതായിരുന്നു ഫിഷ് ലാഡേഴ്സും പറഞ്ഞു. ഇനി അടുത്ത ഫോർത്ത് വരുന്ന ഒരു പോർഷനാണ് അണ്ടർ സ്ലൂയിസസ്. അണ്ടർ സ്ലൂയിസസ് ഇവിടെ നോക്കിയാലോ. ഫസ്റ്റത്തെ ലൈൻ ഡയഗ്രാമിൽ നിന്ന് അണ്ടർ സ്ലൂയിസസ് പറഞ്ഞു തരാം. ഈ ലൈൻ ഡയഗ്രാമിൽ നമുക്ക് അണ്ടർ സ്ലൂയിസ് നോക്കിയാലോ. ഈ ഒരു ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനാണ് നമ്മൾ അണ്ടർ സ്ലൂയിസസ് എന്ന് പറയുക. അണ്ടർ സ്ലൂയിസസ് ഇത് കൊടുക്കുന്ന ഭാഗം, ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ, ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞ് ഗേറ്റ്സ് ഉണ്ടാവും. ആ ഗേറ്റ്സ് ഓപ്പൺ ചെയ്ത് സെഡിമെൻറ്റ്സിനെ വാട്ടറിലൂടെ തന്നെ പുറത്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ നോർമലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വാട്ടർ പോണ്ട് ചെയ്ത് നിർത്തും. പോണ്ട് ചെയ്ത് മീൻസ് കെട്ടി നിൽക്കുമായിരിക്കും ചെയ്യുന്നത്. ഈ ഡിവൈഡ് വോളിൻ്റെ ഈ ഒരു പോർഷനിലൂടെ വാട്ടർ ഫ്ലോ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഈ പോർഷനിൽ സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ ഒത്തിരി ആകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇടയിൽ കുഞ്ഞ് ഗേറ്റ്സ് ഉണ്ടാവും ബോട്ടം പോർഷനിലായിട്ട്.
ആ ഗേറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ വാട്ടർ നല്ല ശക്തിയിൽ ഫ്ലോ ചെയ്യും. അതിലൂടെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന സെഡിമെൻറ്റ്സ് കൂടെ മൂവ് ചെയ്യും. അപ്പോൾ സെഡിമെൻറ്റ്സിനെ കളക്ട് ചെയ്ത സെഡിമെൻറ്റ്സിനെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക്, ഇത് അപ്സ്ട്രീം ഡൗൺ സ്ട്രീം സൈഡിലേക്ക് കളയാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ടാണ് നമ്മൾ അണ്ടർ സ്ലൂയിസസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോർഷനാണ് നമ്മൾ അണ്ടർ സ്ലൂയിസസ് എന്ന് പറയുന്നത്. അണ്ടർ സ്ലൂയിസസ് ഓക്കെ, നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അണ്ടർ സ്ലൂയിസസ് ആണ്. ഇത് വിയറിൻ്റെ ക്രസ്റ്റ് ലെവലിനെക്കാളും ലോവർ ആയിരിക്കും. വിയറിൽ വരുന്ന ക്രസ്റ്റ് ലെവലിനെക്കാളും ലോവർ ആയിരിക്കും അണ്ടർ സ്ലൂയിസസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. അണ്ടർ സ്ലൂയിസസിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചേക്കുന്നത്. കണ്ടോ, ഇതുപോലെ ആയിരിക്കും സ്ട്രക്ചർ. നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് കേട്ടോ അണ്ടർ സ്ലൂയിസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ അണ്ടർ സ്ലൂയിസിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഗേറ്റ്സ് ഓപ്പൺ ആയിരിക്കും, നോർമലി ക്ലോസ് ആയിരിക്കും. സിൽട്ട് ഒത്തിരി ഡെപ്പോസിറ്റ് ആകുമ്പം ഈ ഗേറ്റ്സ് തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും, വാട്ടർ നല്ല പ്രഷറിൽ പോകും. അപ്പോൾ ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്ന സെഡിമെൻറ്റ്സ് കൂടെ പുറത്ത് കളയാൻ പറ്റും. അതാണ് അണ്ടർ സ്ലൂയിസസിൻ്റെ പ്രത്യേകത. അണ്ടർ സ്ലൂയിസസ് എന്നോ അതിനെ സ്കൗറിങ് സ്ലൂയിസസ് എന്നും പറയാറുണ്ട്. ഇതെവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഓർ നെയിംസ് ഓർക്കുക. അണ്ടർ സ്ലൂയിസസ് എന്നോ സ്കൗറിങ് സ്ലൂയിസസ് എന്നോ പറയാറുണ്ട്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എക്സസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത സെഡിമെൻറ്റ്സിനെ റിമൂവ് ചെയ്യാനായിട്ട്. കണ്ടോ, നമ്മൾ വിയർ അല്ലെങ്കിൽ ബാരേജിൻ്റെ ബോട്ടമിൽ കൊടുക്കുന്ന ഓപ്പണിങ്സ് ആണ്. അവിടെ എന്ത് സംഭവിക്കുക, മൂവബിൾ ഗേറ്റ്സ് ഉണ്ടാവും. ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഗേറ്റ്സ് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. ആൻഡ് സിൽട്ട് എന്താണ്, ഈ സ്കൗറിങ് സ്ലൂയിസസിലൂടെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് പോകുന്നു. നമുക്ക് ഒത്തിരി സെഡിമെൻറ്റ്സ് വരുമ്പോഴത്തേക്കും ഈ ഗേറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ സെഡിമെൻറ്റ്സ് വാട്ടറിനോടൊപ്പം തന്നെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് റിമൂവ് ചെയ്യാനാണ് അണ്ടർ സ്ലൂയിസസ് അല്ലെങ്കിൽ സ്കൗറിങ് സ്ലൂയിസസ് ഓർക്കുക. ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്, അത് ഒന്നാണ്. നമ്മൾ രണ്ട് പേജ് പറയുന്നതേ ഉള്ളൂ, അണ്ടർ സ്ലൂയിസസ് അല്ലെങ്കിൽ സ്കൗറിങ് സ്ലൂയിസസ്. മനസ്സിലായോ? നമ്മൾ 4 പാർട്സ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത പാർട്ടിലേക്ക് പോയാലോ? അടുത്ത് പറയുന്ന പോർഷനാണ് സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ്. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ് എന്താണെന്ന് പറയാം. കണ്ടോ, ഇതാണ് സിൽട്ട് എക്സ്ക്ലൂഡറിൻ്റെ ഒരു ഫിഗർ. ഇവിടെ കുറച്ച് ഇതുപോലെ വോൾസ് ഒക്കെ കാണുന്നുണ്ടോ? ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് സിൽട്ടിനെ കളക്ട് ചെയ്യാനായിട്ടാണ് സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അണ്ടർ സ്ലൂയിസസ് നമുക്ക് സിൽട്ട് കളക്ട് ചെയ്തതിനെ റിമൂവ് ചെയ്യാനായത് അണ്ടർ സ്ലൂയിസസ്. അപ്പോൾ സിൽട്ട് കളക്ട് ചെയ്യണ്ടേ? നാച്ചുറലി നമ്മളൊരു ബാരിയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സിൽട്ട് കളക്റ്റഡ് ആകും. പക്ഷെ നമുക്ക് ഒത്തിരി എമൗണ്ട് കളക്ട് ചെയ്യണം. കാരണം കനാലിലേക്കൊന്നും സിൽട്ട് പോകരുത്, എങ്കിൽ അതിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കും. അങ്ങനെ സിൽട്ടിനെ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ റിവർ ബെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഈ പറയുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. പ്രൊവൈഡഡ് ഓൺ റിവർ ബെഡ്, റിവറിൻ്റെ റിവറിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ്. സോ ഇമ്പോർട്ടൻ്റ് ആണ് സിൽട്ട് എക്സ്ക്ലൂഡർ എന്നുള്ളത്. എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് ഓർക്കുക. നമ്മളിതുപോലെ 2-3 കാര്യങ്ങൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിച്ച്ഡ് ഐലൻഡ്സും റിവർ ബെഡിലായിരുന്നു. അതൊരു ടൈപ്പ് ഓഫ് റിവർ ട്രെയിനിങ് വർക്കായിരുന്നു. ഞാൻ ആ റിവർ ബെഡ് കണ്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കുക, കണക്ട് ചെയ്തൊക്കെ ഓർക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ് പറയുന്നത് റിവർ ബെഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ്. എന്താ സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ്? ഇൻ ഫ്രണ്ട് ഓഫ് ഹെഡ് റെഗുലേറ്റേഴ്സിൻ്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം, ഇവിടെ നമ്മളുണ്ടല്ലോ അപ്സ്ട്രീം സൈഡിലായിരിക്കുമല്ലോ വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്നത്. അവിടെ നിന്ന് കനാൽസ് എടുക്കും. ആ കനാൽസിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് വരിക. അത് നമുക്ക് നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ, ഹെഡ് റെഗുലേറ്റേഴ്സ് അടുത്ത പാർട്ടായിട്ട്. അപ്പോൾ ഈ ഹെഡ് റെഗുലേറ്റേഴ്സിന് അടുത്തായിട്ടായിരിക്കും സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ് വരിക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം അടുത്ത പോർഷൻ. അപ്പോൾ ഈ സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ് എന്താണ്? റിവർ ബെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സ് ആണ് ആദ്യം ഓർക്കുക. റിവർ ബെഡിൽ എന്തിനു വേണ്ടിയാ? ഒരു സിൽട്ട് കൺട്രോൾ ഡിവൈസാണ്. സിൽട്ടിനെ കൺട്രോൾ ചെയ്യുക, സിൽട്ടിനെ പിടിച്ചു നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ്. അണ്ടർ സ്ലൂയിസസ് സിൽട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, ഇവിടെ സിൽട്ടിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വർക്ക്സ് ആണ് സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ്. അടുത്ത സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? ഹെൽപ്സ് ടു എക്സ്ക്ലൂഡ് സിൽട്ട് ഫ്രം എൻട്രിങ് ദ കനാൽ. കനാലിൽ എൻട്രി ചെയ്യാതെ റിവറിൽ തന്നെ സെഡിമെൻറ്റ്സിനെ പിടിച്ചു നിർത്തുക. അതുകൊണ്ടാണല്ലോ ഇത് റിവർ ബെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഫിഗറാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. ഇവിടെ വോൾസിലൂടെ തട്ടി വെള്ളം വെലോസിറ്റി കുറയുമ്പോൾ സെഡിമെൻറ്റ്സ് നാച്ചുറലി അവിടെ ഡെപ്പോസിറ്റഡ് ആവും. അപ്പോൾ റിവർ ബെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഏതായിരുന്നു? സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ്. നെക്സ്റ്റ് പറയുന്ന ഒരു പോർഷൻ, കൺഫ്യൂഷൻ ആവരുത്.
അടുത്ത് പറയുന്ന ഒരു പോർഷനാണ് സിൽട്ട് ഇജക്ടേഴ്സ് ഓർ സിൽട്ട് എക്സ്ട്രാക്ടേഴ്സ്. ഇത് അങ്ങനെ പറയാൻ കാരണം ഇനി ഇത് റിവർ ബെഡ് എന്ന് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം നമുക്ക് അടുത്ത് കനാൽ ബെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ സ്ട്രെസ് ചെയ്ത് റിവർ ബെഡ് എന്ന് പറഞ്ഞത്. സിൽട്ട് എക്സ്ക്ലൂഡർ എവിടെയാണ്? റിവർ ബെഡ്. അടുത്ത് പറയുന്ന സിൽട്ട് ഇജക്ടേഴ്സ് ഓർ എക്സ്ട്രാക്ടേഴ്സ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് കനാൽസിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കനാൽ നമ്മളിപ്പോൾ റിവറിൽ നിന്ന് കനാൽ എടുക്കുമല്ലോ, ഈ കനാലിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിലാണ് സിൽട്ട് ഇജക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക. അതിൻ്റെ ഓർ നെയിം എന്താണ്? സിൽട്ട് എക്സ്ട്രാക്ടേഴ്സ്. സിൽട്ട് എക്സ്ട്രാക്ടേഴ്സ്. അപ്പോൾ ഒത്തിരി എമൗണ്ട് പോകത്തില്ല എങ്കിലും ഒരു കുറച്ച് എമൗണ്ട് സിൽട്ട് കനാലിലേക്ക് എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് അവിടെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് സിൽട്ട് ഇജക്ടേഴ്സ് കനാൽസിൽ കൺസ്ട്രക്ട് ചെയ്യുക. സോ ഓർക്കുക, സിൽട്ട് ഇജക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓർ നെയിമാണ് സിൽട്ട് എക്സ്ട്രാക്ടേഴ്സ്. അത് കനാലിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ സെയിം തന്നെയാണ്. നമ്മൾ സിൽട്ട് എക്സ്ക്ലൂഡറിൽ പറഞ്ഞ സെയിം ഫംഗ്ഷൻ തന്നെയാണ് സിൽട്ട് കൺട്രോൾ ഡിവൈസ് ആയിരുന്നു. പക്ഷേ ഡിഫറൻസ് ആണ് കനാലിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ഇത് ഏതിനെക്കാട്ടിലും സിൽട്ട് എക്സ്ക്ലൂഡറിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇഫക്റ്റീവാണ്. കാരണം അത് കൺസ്ട്രക്ഷൻ രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ കനാലിലേക്ക് വരുന്നതിനും കൂടെ ആണ് റിമൂവ് ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ പിടിച്ചു നിർത്തുന്നുണ്ടല്ലോ. സോ അതുകൊണ്ട് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് വരുന്നത് സിൽട്ട് ഇജക്ടേഴ്സ് ആണെന്ന് ഓർക്കുക. ഈ ഒരു പോയിന്റ് ഓർത്താൽ മതി. സിൽട്ട് ഇജക്ടേഴ്സ് ആണ് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് വരുന്നു എന്നുള്ളത്. സിമ്പിളായിട്ട് ഓർക്കാനുള്ള ഇതെല്ലാം ഈ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സിൽട്ട് കഴിഞ്ഞിട്ട് എല്ലാം ഈ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ സ്ട്രെസ് ചെയ്ത് ഒരു കാര്യം നിങ്ങൾ പഠിക്കുക. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? എക്സ്ക്ലൂഡ് ചെയ്യുക, പുറത്തേക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിവർ ബെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ്. സിൽട്ടിനെ നമുക്ക് എന്താണ് പിടിച്ചു നിർത്താനായിട്ട് എവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നു? റിവർ ബെഡിൽ. സിൽട്ട് എക്സ്ക്ലൂഡർ, അത് ഓർത്തിരിക്കുക. അപ്പോൾ ബാക്കി രണ്ടും എന്താണ്? ഓർ നെയിംസ് ആണ്. അത് കനാലിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചാൽ മതി. അതായത് ഈ ഒരു പേരും ഇത് കണക്ട് ചെയ്യുക. എക്സ്ക്ലൂഡർ എന്നുള്ളത് റിവർ ബെഡിലാണ്. ബാക്കി രണ്ട് വരുന്നത് എക്സ്ട്രാക്ടർ ആയാലും ഇജക്ടേഴ്സ് ആയാലും എവിടെയാണ് വരുന്നത്? കനാൽസിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് എന്തായാലും പഠിക്കാം. ഈ ആദ്യത്തത് പഠിച്ചാൽ മതി. അതാകുമ്പോൾ അതിൽ ഒരു നെയിം അല്ലേ ഉള്ളൂ, എക്സ്ക്ലൂഡർ. ഈ എക്സ് സി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്ക്ലൂഡർ വരുന്നത് റിവർ ബെഡിലാണ്. ബാക്കി ഓർ നെയിമാണ് ഇജക്ടർ അല്ലെങ്കിൽ എക്സ്ട്രാക്ടർ, കനാൽസിൽ വരുന്നത്. രണ്ടും സിൽട്ട് കൺട്രോൾ ഡിവൈസസ് ആണ്. സിൽട്ട് റിമൂവ് ചെയ്യുന്ന ഏതായിരുന്നു? ഇത് നമ്മൾ പറഞ്ഞത് അണ്ടേഴ്സ് ലൂയിസസ് ആയിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ ഓക്കെ ആണല്ലോ. നമുക്കിനി അടുത്തൊരു പോർഷൻ നോക്കാം. അടുത്തൊരു പാർട്ട് കമ്പോണൻറ്റ് നോക്കാം. കനാൽ ഹെഡ് റെഗുലേറ്റർ. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഈ ഒരു പോർഷൻ എന്താണെന്ന് പറഞ്ഞായിരുന്നു. കനാൽ ഹെഡ് റെഗുലേറ്റർ. അപ്പോൾ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് കനാലാണ് ഹെഡ് റെഗുലേറ്റർ. കനാലിൻ്റെ ഹെഡിൽ കൊടുക്കുന്ന റെഗുലേറ്ററാണ്. അപ്പോൾ നമ്മളൊരു മെയിനായിട്ട് വരുന്നത്, ഇപ്പോൾ ഇതൊരു റിവർ ആയിരിക്കാം, ഒരു റിവറിൽ നിന്ന് കനാൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു മെയിൻ കനാൽ. ഇവിടെ ഒരു മെയിൻ കനാലാണ് കൊടുത്തേക്കുന്നത്. മെയിൻ കനാലിൽ നിന്ന് ഒരു ബ്രാഞ്ച് കനാലും വരാം. വലിയൊരു കനാലിൽ നിന്നൊരു കുഞ്ഞു ബ്രാഞ്ച് കനാലും വരാം. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇത് ബ്രാഞ്ച് കനാലല്ലേ, കനാലിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ എന്താ പറയുക? ഹെഡ്. കനാലിൻ്റെ ഹെഡ് പോർഷനിൽ കൺസ്ട്രക്ട് ചെയ്ത വർക്ക്സിനെയാണ് കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുക. കനാലിൻ്റെ ഹെഡ് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് ഹെഡ് എന്ന് പറഞ്ഞു. ഹെഡ് റെഗുലേറ്റർ എന്ന് പറയാൻ കാരണം എന്താണ്? ഇതിലേക്ക് എത്രത്തോളം വാട്ടർ എൻറ്റർ ചെയ്യണമെന്നുള്ളത് ഈ ഒരു സ്ട്രക്ചർ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. കുഞ്ഞ് ഗേറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒത്തിരി വാട്ടർ ഫ്ലോ ചെയ്യണമെങ്കിൽ ഗേറ്റ്സ് ഓപ്പൺ ചെയ്യാം, അത്രത്തോളം വാട്ടർ വേണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം. അതുകൊണ്ടാണ് ഹെഡ് റെഗുലേറ്റേഴ്സ് എന്ന് പറയാം. ബ്രാഞ്ച് കനാലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഹെഡ് പോർഷനിൽ കൊടുക്കുന്ന വർക്ക്സ് ആണ് കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ്. അത് നോക്കിയേ, എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഹെഡ് ഓഫ് ദ കനാൽ. കനാലിൻ്റെ ഹെഡ് പോർഷനിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സ് ആണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. കനാൽ ഹെഡ് റെഗുലേറ്റർ. പിന്നെ ഇത് എന്ത് ചെയ്യുന്നു? റെഗുലേറ്റർ അല്ലേ. അപ്പോൾ എന്താണ്? കനാലിലേക്ക് വരുന്ന വാട്ടർ സപ്ലൈനെ റെഗുലേറ്റ് ചെയ്യുന്ന വർക്ക്സ് ആണ് ഹെഡ് റെഗുലേറ്റേഴ്സ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. കനാലിൻ്റെ ഹെഡ് പോർഷനിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? കനാലിലേക്ക് വരുന്ന വാട്ടർ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഈ ഒരു ഫിഗർ വന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒന്നുകിൽ റിവറിൽ നിന്ന് വേറൊരു കനാൽ വരാം, അല്ലെങ്കിൽ ഒരു മെയിൻ കനാലിൽ നിന്ന് ബ്രാഞ്ച് കനാൽ വരാം.
അപ്പോൾ ആ ബ്രാഞ്ച് കനാലിനാണ് നമ്മൾ ഓഫ് ടേക്കിംഗ് എന്നും ഓഫ് ടേക്ക് ചാനൽ എന്ന് ഉദ്ദേശിക്കുന്ന കനാൽ തന്നെയാണ് കേട്ടോ. ഓഫ് ടേക്കിംഗ് കനാൽ എന്ന് ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒന്നിൽ നിന്ന് നെക്സ്റ്റ് ഒരു ബ്രാഞ്ച് വരുവാണ്, അതിനാണ് ഓഫ് ടേക്കിംഗ് എന്ന് പറയാം. അപ്പോൾ ഓഫ് ടേക്കിംഗ് കനാലിൽ വരുന്ന ഹെഡ് പോർഷനിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സ് ആണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. ഇനി ഈ മെയിൻ കനാൽ ഉണ്ടല്ലോ, മെയിൻ കനാലിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ ക്രോസ് റെഗുലേറ്റർ എന്ന് പറയാം. ആക്ച്വലി ക്രോസ് റെഗുലേറ്റർ നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ പാർട്ടായിട്ട് പറയാൻ പറ്റില്ല, ഈ ഒരു ഫിഗർ തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ക്രോസ് റെഗുലേറ്റർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് മെയിൻ കനാലിലാണ്. മെയിൻ കനാലിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്ക്സ് ആണ് ക്രോസ് റെഗുലേറ്റർ. വേറൊന്നുമല്ല, ഇവിടേക്കുള്ള വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആ ഒരു ലെവല്, ഈ കനാലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വാട്ടർ കയറണമല്ലോ, ആ ഒരു ലെവൽ കൺട്രോൾ ചെയ്യാൻ തന്നെയാണ് ക്രോസ് റെഗുലേറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ ഓർക്കേണ്ടത്, ഈ ഓഫ് ടേക്കിംഗ് കനാൽ അല്ലെങ്കിൽ ബ്രാഞ്ച് കനാലിലായിരിക്കും ഹെഡ് റെഗുലേറ്റർ കൺസ്ട്രക്ട് ചെയ്യുക. ആൻഡ് ക്രോസ് റെഗുലേറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒന്നുകിൽ റിവർ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ കനാൽ, ഏതിൽ നിന്നാണോ വെള്ളം എടുക്കാൻ നമ്മൾ പോകുന്നത് ആ ഒരു മെയിൻ ആയിട്ടുള്ള പോർഷനിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതായിരിക്കും ക്രോസ് റെഗുലേറ്റർ. ആൻഡ് ഓഫ് ടേക്കിംഗ് ബ്രാഞ്ച് ആയിട്ട് വരുന്ന കനാലിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതായിരിക്കും ഹെഡ് റെഗുലേറ്റർ. അത് ഓർക്കാം, അത്രേ ഉള്ളൂ. ആ ക്രോസ് റെഗുലേറ്റർ ഓർക്കുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മെയിൻ കനാൽ ഒരു ബ്രാഞ്ച് കനാൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഒരു നോർമൽ ഫിഗർ നോക്കാം. ഇതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു വിയർ മാത്രമായിട്ടോ കൺസ്ട്രക്ട് ചെയ്യാലോ. ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? വാട്ടർ ലെവൽ അപ്സ്ട്രീമിൽ റൈസ് ചെയ്തു, കനാലിലേക്ക് വാട്ടർ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ കനാൽ. അപ്പോൾ കനാലിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിൽ കൺസ്ട്രക്ട് ചെയ്ത ഈ ഒരു വർക്കാണ് ഹെഡ് റെഗുലേറ്റർ. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? റിവറിൽ നിന്ന് നമ്മൾ വിയറൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വാട്ടർ ലെവൽ റൈസ് ചെയ്ത് കനാലിലേക്ക് വാട്ടർ എടുക്കാം. അങ്ങനെ നമ്മൾ കനാലിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിൽ കൺസ്ട്രക്ട് ചെയ്ത വർക്കാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. കണ്ടോ, ഇവിടെ കുഞ്ഞു ഗേറ്റ്സ് ഒക്കെ ഉണ്ടാവും, അത് വെച്ച് നമുക്ക് ഫ്ലോ റെഗുലേറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ഒരു പോയിന്റ് പറയുന്നത്, നോർമലി ഈ വിയറിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ, വിയർ ആക്സിസ് ഇങ്ങനെയല്ലേ പോകുന്നത്, ഇതാണെങ്കിലോ ഹെഡ് റെഗുലേറ്റർ എങ്ങനെയാണ്? ഈ ഒരു രീതിയിലാണ് പോകുന്നത്. 90 ഡിഗ്രിയിലായിരിക്കും വരുന്നത്. വിയർ ആക്സിസിന് 90 ഡിഗ്രീസിലൊക്കെ ആയിരിക്കും നമുക്ക് ഹെഡ് റെഗുലേറ്റേഴ്സ് വരിക. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഡയറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് നോക്കിയേ, നമ്മുടെ വിയർ അല്ലേ, വിയറിന് 90 ഡിഗ്രീസ് ആയിട്ടായിരിക്കും നോർമലി, അല്ലാത്ത രീതിയിലും കൺസ്ട്രക്ട് ചെയ്യാം. നോർമലി ഒരു 90 ഡിഗ്രീസിലായിരിക്കും ഹെഡ് റെഗുലേറ്റേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നോർമലി ഒരു 90 ഡിഗ്രീസ് ആയിരിക്കും വരുന്നത് വിയറിന്. പിന്നെ അടുത്ത പോയിന്റ്സ് നോക്കിയേ. പിന്നെ നമ്മൾ പറഞ്ഞു വാട്ടറിന് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. വാട്ടർ ഫ്ലോയിന് നമുക്ക് ഈ ഗേറ്റ്സ് ഒക്കെ വെച്ച് റെഗുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സിൽട്ടിനെയും റെഗുലേറ്റ് ചെയ്യാം. കനാലിലേക്ക് കുറച്ചെങ്കിലും സിൽട്ട് എത്തുവാണെങ്കിൽ ആ ഒരു എമൗണ്ടിനെയും ഇവിടെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒത്തിരി അകത്തേക്ക് വരാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണിത്. ഏതാണ് നമ്മൾ പറയുന്നത്? ഹെഡ് റെഗുലേറ്റർ. പിന്നെ ഫ്ലഡ് വരുന്ന ടൈമുണ്ട്. അപ്പോൾ ഫ്ലഡ് വരുന്ന ടൈമിന് നമുക്ക് കനാലിലേക്ക് ഒത്തിരി വാട്ടർ കയറാനും പാടില്ല, കാരണം അത് ഫീൽഡിലേക്കല്ലേ ഫൈനലി എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലഡ് വരുമ്പോൾ റിവറൊക്കെ ഓവർഫ്ലോ ചെയ്യുമ്പോൾ കനാലിലേക്ക് ഒത്തിരി വാട്ടർ എത്താൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അതും ഈ ഗേറ്റ്സ് ഒക്കെ വെച്ച് കൺട്രോൾ ചെയ്യാം. അതിനും ഹെഡ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യാം. മെയിൻ പേർപ്പസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഈ കനാലിൽ നിന്ന് വാട്ടർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഫ്ലഡ് വരുന്ന സമയത്തും റെഗുലേറ്റ് ചെയ്യാം. അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് എടുത്ത് പറയുന്നേ ഉള്ളൂ. പിന്നെ സിൽട്ടിൻ്റെ എൻട്രിയും, സിൽട്ട് ഒത്തിരി എൻട്രി ചെയ്യാതെയും നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ലാസ്റ്റ് വന്ന് 90 ഡിഗ്രീസിലാണ് മെയിൻലി കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത്. ഇതാണ് നമുക്ക് കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു കനാൽ ഹെഡ് റെഗുലേറ്റർ അല്ലെങ്കിൽ ഹെഡ് റെഗുലേറ്ററിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിലാണ് സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഇതെന്താ നമ്മൾ ഇവിടെയല്ലേ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ആ ഒരു പോർഷനിലായിരിക്കും സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക. കനാലിലേക്ക് സിൽട്ട് വരാണ്ടിരിക്കാനാണല്ലോ റിവർ ബെഡിൽ എക്സ്ക്ലൂഡേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെ ഓർത്താൽ മതി. അതുകൊണ്ടാണ് കനാലിൻ്റെ ഹെഡ് പോർഷനിലെന്നോ കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സിന് അടുത്തായിട്ടാണ് എക്സ്ക്ലൂഡേഴ്സ്, സിൽട്ട് എക്സ്ക്ലൂഡേഴ്സ് വരുന്നതെന്ന് പറയുന്നത്. സിമ്പിൾ. ആ കാര്യം ഓർത്തി. സിൽട്ട് എക്സ്ക്ലൂഡർ എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? റിവർ ബെഡിൽ. ബാക്കി സിൽട്ട് ഇജക്റ്റേഴ്സ് ആയാലും സിൽട്ട് എക്സ്ട്രാക്ടേഴ്സ് ആയാലും കനാലിലാണ് വരുന്നത്. എല്ലാം സിൽട്ട് കൺട്രോൾ ഡിവൈസസ് തന്നെയാണ്.
ആ ഒരു പോർഷൻ, ആ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കുക. എക്സ്ക്ലൂഡർ വരുന്നത് പഠിച്ചാൽ മതി. എക്സ്ക്ലൂഡർ വരുന്നത് എവിടെയായിരുന്നു? റിവർ ബെഡിൽ. ഓക്കെ, നമ്മൾ 6 പോർഷൻസ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത 6 പോർഷൻസ് പറഞ്ഞു. ഇനി ഫൈനലി ഒരു പോർഷനോടെ ഉള്ളൂ, റിവർ ട്രെയിനിങ് വർക്ക്സ്. നമ്മൾ നോർമലി റിവർ ട്രെയിനിങ് വർക്ക്സ് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്ക്സ് ആണ്. റിവറിനെ അതേ പാത്തിലൂടെ ഫ്ലോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്. ഇപ്പം നമ്മളിപ്പോൾ റിവറിന് എക്രോസ് ആയിട്ട് ഇതുപോലെ വിയറൊക്കെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും റിവർ ഫ്ലോ ചെറുതായിട്ടൊന്ന് പാത്ത് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം ഇവിടെ എത്തിയില്ല എങ്കിൽ കനാലിലേക്ക് വാട്ടർ എത്തത്തില്ലല്ലോ, കുറച്ചല്ലേ കയറത്തുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ വിയറൊക്കെ വരുവാണെങ്കിൽ റിവറിൻ്റെ ഇപ്പോൾ റിവർ ഇവിടെ കൂടെയൊക്കെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മളൊന്ന് ഗൈഡ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ കുറച്ച് വർക്ക്സ് ചെയ്യും. അതായത് നമ്മൾ എന്ത് എംബാക്ക്മെൻറ്റ് പോലെയോ അതുപോലെ റിവറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക്സ് അല്ലേ ഗൈഡ് ബാങ്ക്സ്. അപ്പോൾ ഇങ്ങനെ ഗൈഡ് ബാങ്ക്സോ അതുപോലെ തന്നെ മാർജിനൽ എംബാക്ക്മെൻറ്റ്സ്, ഒത്തിരി ഫ്ലഡ് വാട്ടർ വരുവാണെങ്കിൽ അടുത്തുള്ള ഏരിയാസിലൊന്നും ഒത്തിരി സബ്മേർജ് ആകാതിരിക്കാൻ വേണ്ടി മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യാമല്ലോ. അങ്ങനെയുള്ള മാർജിനൽ എംബാക്ക്മെൻറ്റ്സോ അല്ലെങ്കിൽ ഗൈഡ് ബാങ്ക്സ് ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സൊക്കെയാണ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. റിവർ ട്രെയിനിങ് വർക്ക്സ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഗൈഡ് ബാങ്ക്സ് മെയിൻലി വരാറുണ്ട്, കാരണം റിവറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ ചില സ്ഥലങ്ങളിൽ മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട് റിവറിൻ്റെ സൈഡിൽ, ഫ്ലഡ് വരുന്ന സമയത്തൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. അങ്ങനെ ആ 2 ടൈപ്പ് വർക്ക്സ് ആണ് റിവർ ട്രെയിനിങ് വർക്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുക. സോ വേറൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. റിവർ ട്രെയിനിങ് വർക്ക്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ഏത് വർക്ക്സ് ആണ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഗൈഡ് ബാങ്ക്സ് യൂസ് ചെയ്യാം, കാരണം ഇതെന്ത് പറഞ്ഞ് ഗൈഡ് ചെയ്യാൻ. അതുപോലെ തന്നെ ഫ്ലഡ് കൺട്രോൾ അല്ലെങ്കിൽ ഫ്ലഡ് പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് യൂസ് ചെയ്യാം. അത് ഓർത്താൽ മതി. നമ്മൾ ലാസ്റ്റ് 7th കമ്പോണൻ്റ് ആയിട്ട് റിവർ ട്രെയിനിങ് വർക്ക്സിൽ മാർജിനൽ ബണ്ട് ആൻഡ് ഗൈഡ് ബാങ്ക്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക്സിനെ പറ്റി എല്ലാ കമ്പോണൻസും പറഞ്ഞു, അതിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു. നന്നായിട്ട് പഠിക്കുക. ഈ ഒരു പോർഷൻ നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യും. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. കൺഫ്യൂഷനുള്ള പോർഷൻസൊക്കെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് വായിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കാം. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. എ ഡൈവേർഷൻ ഹെഡ് വർക്ക് ഈസ് കൺസ്ട്രക്റ്റഡ് ടു, എന്തിനാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ടു റേസ് വാട്ടർ ലെവൽ അറ്റ് ദ ഹെഡ് ഓഫ് കനാൽ. കനാലിൻ്റെ ഹെഡ് പോർഷനിൽ വാട്ടർ ലെവൽ റൈസ് ചെയ്യാനാണ്. ആണോ? വാട്ടർ ഡൈവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ എങ്ങനെയാണ്? വാട്ടർ ലെവൽ റൈസ് ചെയ്തിട്ടല്ലേ പറയുന്നത്. അതാണ് മെയിൻ ഫങ്ഷൻ. സോ ഇത് കറക്റ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണെന്ന് പറഞ്ഞാൽ അത് മാർക്ക് ചെയ്യരുത്. കാരണം ഈ ഓൾ ഓഫ് ദി എബോവ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. സോ ആദ്യത്തെ മാത്രം കറക്റ്റ് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യരുത്, എല്ലാം ഒന്ന് വായിച്ച് നോക്കുക. ചില കേസസിൽ മാത്രം കേട്ടോ, ചിലതിൽ 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആയിരിക്കും. എങ്കിലും ജസ്റ്റ് ഓപ്ഷൻ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ഓരോന്നായിട്ട് വായിക്കാം. അടുത്ത, റെഗുലേറ്റ് ദ ഇൻടേക്ക് ഓഫ് വാട്ടർ ഇൻ ടു കനാൽ. കനാലിലേക്ക് വരുന്ന വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യാൻ, എത്രത്തോളം വാട്ടറാണ് എൻട്രി ചെയ്യുന്നതെന്നുള്ളത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമോ? ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ, ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം എമൗണ്ട് വാട്ടർ എൻട്രി ചെയ്യുന്നു എന്നും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ് വായിച്ചു നോക്കിയേ, റെഡ്യൂസ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ സപ്ലൈ ലെവൽ ഓഫ് റിവർ. റിവറിൽ വരുന്ന സപ്ലൈ ലെവൽ, റിവറിൽ വരുന്ന വാട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഒന്ന് റെഗുലേറ്റ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എമൗണ്ട് വാട്ടറൊക്കെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. ആവശ്യമുള്ള സമയങ്ങളിൽ ജസ്റ്റ് സ്റ്റോറേജ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കനാൽസിനെയൊക്കെ. ആ ഒരു രീതിയിൽ റിവറിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് വെച്ച് പറ്റും. അപ്പം ഓക്കെ, ഇപ്പം 2 പോയിന്റ്സ് നമ്മൾ വായിച്ചപ്പോൾ കറക്റ്റ് നമുക്ക് അറിയാം അത് ശരിയാണെന്നുള്ളത്. അപ്പം തേർഡ് പോയിന്റ് ഇച്ചിരി ഡൗട്ടാണ്. അപ്പം നോക്കി, തേർഡ് പോയിന്റ് ഇത്തിരി ഡൗട്ടാണെങ്കിൽ അത് 2 ശരിയാണ്. അപ്പം നമുക്ക് 4th വൺ തന്നെ ചൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം. ഇവിടെ കൺഫ്യൂഷനായിട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം റിവറിൽ വരുന്ന ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിവറിൽ വരുന്ന വെഗറീസ് അല്ലെങ്കിൽ ചേഞ്ചസ് കൺട്രോൾ ചെയ്യാമെന്നുള്ളത്. ആ ഒരു കാര്യം അതുകൊണ്ട് ഈ 3ഉം കറക്റ്റാണ്. സോ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ ഓൾ ദ എബോവ് തന്നെ ചൂസ് ചെയ്യാം. എല്ലാ ഫങ്ഷൻസും ഒരുമിച്ച് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഇതുപോലുള്ള MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്, കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം.
അപ്പോൾ ഇതാണ് നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്ക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്നൊരു പോർഷൻ കഴിഞ്ഞു. നമ്മൾ ഇറിഗേഷൻ്റെ തേർഡ് ക്ലാസ് ആയിരുന്നു കഴിഞ്ഞത്. അപ്പം നന്നായിട്ട് തന്നെ ഇറിഗേഷൻ്റെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് വായിക്കുക, അതുപോലെ തന്നെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. നമുക്കിതിൽ നിന്ന് പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് തിയറി പാർട്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കിട്ടുന്ന MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യുക RRB JEE ക്ക് വേണ്ടി. താങ്ക് യു.